സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിനിടെ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണമെന്ന സർക്കാർ നിർദ്ദേശം കാറ്റിൽ പറത്തി പൊതുമേഖലാ സ്ഥാപനമായ LBS സെന്ററിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആഡംബര കാർ വാങ്ങാൻ നീക്കം. സ്വന്തം ഫണ്ടിൽ നിന്ന് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും ബുദ്ധിമുട്ടുന്ന, വിരമിച്ചവരുടെ ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഗഡുകളായി മാത്രം നൽകുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് സ്ഥാപനത്തിലെ ഈ ദൂർത്ത്. വരുന്ന ജൂലൈ 26-ന് സുവർണ ജൂബിലി ആഘോഷങ്ങളിലേക്ക് കടക്കുന്ന LBSലാണ് വൻ വിവാദങ്ങൾക്ക് വഴിവെക്കാവുന്ന ഈ നീക്കം നടക്കുന്നത്. കഴിഞ്ഞ ജൂൺ 18-ന് ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് പുതിയ 2 വാഹനങ്ങൾ വാങ്ങാൻ തത്വത്തിൽ തീരുമാനമെടുത്തത്. ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ B. അശോക് അധ്യക്ഷനായ സമിതിയാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം. ആഡംബര വണ്ടിക്ക് നിലവിൽ LBSന് ആവശ്യത്തിന് വാഹനങ്ങൾ സ്വന്തമായുണ്ട്. കഴിഞ്ഞ വർഷം വാങ്ങിയ ടൊയോട്ട ഹൈറൈഡർ, 2 ഇനോവകൾ, ബൊലേറോ വാഗൺ ആർ എന്നിങ്ങനെ മികച്ച രീതിയിൽ ഓടുന്ന വാഹനങ്ങൾ നിലവിലുണ്ടായിരിക്കെയാണ് പുതിയ ആഡംബര ഇലക്ട്രിക് കാർ വാങ്ങാനുള്ള നീക്കം. കാലാവധി കഴിഞ്ഞ 2 പഴയ വാഹനങ്ങൾ ലേലം ചെയ്യുന്നതിനൊപ്പം പുതിയൊരു വാഹനം വാങ്ങാനും മറ്റൊരെണ്ണം വാടകയ്ക്കെടുക്കാനുമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. കുറഞ്ഞത് 35 ലക്ഷം രൂപയെങ്കിലും വില വരുന്ന വണ്ടി വാങ്ങാനാണ് അണിയറയിൽ നീക്കങ്ങൾ സജീവമാകുന്നത്. ഇതിനായി ഉന്നത തലത്തിലുള്ള ചിലർ പ്രത്യേക താൽപര്യമെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഈ വാഹനം വാങ്ങാൻ സർക്കാരിന്റെ മുൻകൂർ സാമ്പത്തിക അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. നല്ല നിലയിൽ ഓടുന്ന വാഹനങ്ങൾ സ്വന്തമായി ഉള്ളപ്പോഴും വിരമിച്ച ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആഡംബര കാറിൽ മാത്രമേ സഞ്ചരിക്കൂ എന്ന ചില ഉദ്യോഗസ്ഥരുടെ പിടിവാശി LBSനെ കൂടുതൽ വിവാദങ്ങളിലേക്ക് തള്ളിവിടുമെന്നുറപ്പാണ്. മുഖ്യമന്ത്രി VD സതീശൻ ഗവേണിംഗ് ബോഡി ചെയർമാനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ വൈസ് ചെയർമാനുമായ LBSൽ സർക്കാരിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചാണോ ഇത്തരമൊരു തീരുമാനം എടുത്തത് എന്നതിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് ഉയർന്നുവരുന്ന ആവശ്യം. ഭരണം നിയന്ത്രിക്കാൻ പുതുതായി സ്ഥാനമേറ്റ ഒരു ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഈ വഴിവിട്ട നീക്കങ്ങളെന്ന ശക്തമായ അടക്കം പറച്ചിലുകൾ സ്ഥാപനത്തിനുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ആഡംബര വാഹനം ഡെമോയ്ക്കായി LBS ആസ്ഥാനത്തെത്തിക്കുകയും ഉദ്യോഗസ്ഥർ ടെസ്റ്റ് ഡ്രൈവ് നടത്തി തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ വിവാദ നീക്കത്തെക്കുറിച്ച് പ്രതികരിക്കാൻ LBS ഡയറക്ടർ തയ്യാറായിട്ടില്ല. സുവർണ ജൂബിലി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യാനിരിക്കെ സ്ഥാപനത്തിലെ ഈ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ദൂർത്തും വലിയ ചർച്ചകൾക്കും വരും ദിവസങ്ങളിൽ കടുത്ത ഭരണതല നടപടികൾക്കും വഴിവെക്കുമെന്നുറപ്പാണ്.